ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2025 മെയ് 25 മുതൽ 31 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, ഇടവം 11 മുതൽ 17 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ബുധനും രവിയും, സഹോദരസ്ഥാനത്ത് വ്യാഴവും, സുഖസ്ഥാനത്ത് കുജനും, വ്യയസ്ഥാനത്ത് ശനിയും, വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. വഞ്ചിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. ഭയം, ദുഃഖം എന്നിവ അനുഭവപ്പെടും. വയറിന് അസുഖം ഉണ്ടാകാം. ബന്ധുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ ശ്രദ്ധേയമാകും. കാര്യതടസ്സം ഉണ്ടാകും. വരവും ചെലവും ഒരുപോലെയാകും. ശത്രുവർദ്ധനവും മനോദുഃഖവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും രവിയും, ധനസ്ഥാനത്ത് വ്യാഴവും, സഹോദരസ്ഥാനത്ത് കുജനും, ലാഭസ്ഥാനത്ത് ശനിയും, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. പലവിധത്തിലുള്ള സൗഖ്യവും സർവകാര്യസിദ്ധിയും ഉണ്ടാകും. സുഖഭോജനവും ബന്ധുസമാഗമവും ഉണ്ടാകും. ധനലാഭവും കുടുംബസുഖവും പ്രതീക്ഷിക്കാം. ശത്രുഭയവും രോഗവർദ്ധനവും ഉണ്ടാകും. സ്വർണ്ണാഭരണാദി ലാഭം ഉണ്ടായേക്കാം. അമിത ചെലവിന് സാധ്യത കാണുന്നു. ബന്ധുജനങ്ങളുടെ വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിത്തിരക്ക് വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശ്രീകൃഷ്ണപ്രീതിയും വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും, ധനസ്ഥാനത്ത് കുജനും, കർമ്മസ്ഥാനത്ത് ശനിയും, കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായ ശുക്രനും, വ്യയസ്ഥാനത്ത് ബുധനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനഷ്ടവും ബന്ധുവിരോധവും ഉണ്ടാകാം. വസ്ത്രലാഭം ഉണ്ടാകും. സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകാം. ബന്ധുസമാഗമം ഉണ്ടാകും. ശരീരവും മനസ്സും അസ്വസ്ഥമാകും. സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗവർദ്ധനവിന് സാധ്യത കാണുന്നു. സ്വദേശം വിട്ട് താമസിക്കേണ്ടതായി വന്നേക്കാം. അപമാനകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, ലക്ഷ്മീനാരായണ പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി ശുക്രനും, ലാഭസ്ഥാനത്ത് ബുധനും രവിയും, വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ധർമ്മപ്രവൃത്തികളിൽ താല്പര്യക്കുറവുണ്ടാകും. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. ധനലാഭം പ്രതീക്ഷിക്കാം. യാത്രാക്ലേശവും ദുഃഖവും പ്രതീക്ഷിക്കാം. ശത്രുശല്യം കുറയും. കാര്യതടസ്സവും സ്വജനവിരഹവും ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ഉണ്ടായേക്കാം. ശാരീരിക സുഖാനുഭവങ്ങൾ ലഭിക്കും. ചെലവ് നിയന്ത്രിക്കണം. കർമ്മപുഷ്ടി ഉണ്ടാകും. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശനിയും, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായ ശുക്രനും, കർമ്മസ്ഥാനത്ത് ബുധനും രവിയും, ലാഭസ്ഥാനത്ത് വ്യാഴവും, വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതിയും കാര്യവിജയവും ഉണ്ടാകും. അകാരണമായ ഭയം ഉണ്ടാകും. അഭീഷ്ടസിദ്ധി, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകും. ഭാഗ്യദോഷവും അർത്ഥനാശവും ഉണ്ടാകാം. മനസ്സന്തോഷവും കളത്രസുഖവും പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കർമ്മഗുണം പ്രതീക്ഷിക്കാം. സന്താന ഗുണവും കാര്യപ്രാപ്തിയും ഉണ്ടാകും. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശനിയും, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായ ശുക്രനും, ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും, കർമ്മസ്ഥാനത്ത് വ്യാഴവും, ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങൾക്കും മന്ദതയും വഴിതടസ്സവും ഉണ്ടാകും. ദാമ്പത്യ കലഹത്തിന് സാധ്യതയുണ്ട്. കർമ്മവൈകല്യം ഉണ്ടാകും. സന്താന ഗുണം കുറയും. ഭാഗ്യക്കുറവ്, വാതരോഗങ്ങൾ എന്നിവ അലട്ടും. അധികാരികളുടെ പ്രീതി ഉണ്ടാകും. ആയുധം, അഗ്നി എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സ്വാതന്ത്ര്യക്കുറവ് അനുഭവപ്പെടും. ബന്ധുസമാഗമം ഉണ്ടാകും. ശാരീരിക സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. മനപ്രയാസവും അപമാനവും നേരിടേണ്ടതായി വന്നേക്കാം.
ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിന്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ശുക്രനും അഷ്ടമത്തിൽ ബുധനും രവിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. പലതരത്തിലുള്ള ഭയം അനുഭവപ്പെടും. അശന ശയന സുഖവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. വീഴ്ച, മുറിവ് എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കർമ്മതടസ്സം ഉണ്ടാകാം. സന്താന ഗുണവും കാര്യവിജയവും ഉണ്ടാകും. ഭാഗ്യവർദ്ധനവും ആജ്ഞാശക്തിയും ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. രോഗശാന്തിയും കാര്യവിജയവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിന്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ശുക്രനും കളത്രസ്ഥാനത്ത് ബുധനും രവിയും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖക്കുറവ് അനുഭവപ്പെടും. സഞ്ചാരക്ലേശം വർദ്ധിക്കും. രോഗശമനം ഉണ്ടാകും. അശന ശയന സുഖം ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. തൊഴിൽ രംഗത്ത് ശ്രദ്ധേയനാകും. ധനപരമായി മെച്ചമായിരിക്കുകയില്ല. സ്വജനവിരോധവും ഉറക്കമില്ലായ്മയും ഉണ്ടാകും. ധർമ്മപ്രവൃത്തികൾ തടസ്സം നേരിടും. സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. മനോദുഃഖങ്ങൾ വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിന്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവ ചേർന്നതാണ് ധനുക്കൂറ്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ശുക്രനും ശത്രുസ്ഥാനത്ത് ബുധനും രവിയും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനിയും ബന്ധുക്കൾക്ക് ദുരിതങ്ങളും ഉണ്ടാകും. സന്താന ഗുണവും അധികാരസ്ഥാനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യവും ധനവരവും ഉണ്ടാകും. കാര്യവിജയവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ ഉപദ്രവങ്ങളും വ്രണാദി രോഗങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. സഞ്ചാര തടസ്സം ഉണ്ടാകും. വീഴ്ച, ക്ഷതം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സാവധാനത്തിലാണെങ്കിലും രോഗം ശമിക്കും. ആഗ്രഹസാഫല്യം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിന്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ ശുക്രനും പുത്രസ്ഥാനത്ത് ബുധനും രവിയും ശത്രുസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തിയും സഹോദര ഗുണവും ഉണ്ടാകും. ധനലാഭവും ശത്രുനാശവും ഉണ്ടാകും. രോഗങ്ങൾ വർദ്ധിക്കും. അനുഭവഗുണം കുറയാം. കുടുംബകലഹത്തിന് വിവേകശൂന്യമായ പെരുമാറ്റത്തിനും സാധ്യത കാണുന്നു. ദാമ്പത്യ സൗഖ്യം കുറയാം. ഭയം, ദുഃഖം, സമ്മാനലാഭം, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. മനോവിഷമങ്ങൾ വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിന്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ശുക്രനും സുഖസ്ഥാനത്ത് ബുധനും രവിയും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾ നഷ്ടപ്പെടും. കാര്യവിജയം, അനാരോഗ്യം, ദുഃഖം എന്നിവ പ്രതീക്ഷിക്കാം. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ധനലാഭവും യാത്രാഗുണവും ഉണ്ടാകും. സജ്ജന സംസർഗവും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കും. ധനപരമായ അനുകൂലമായ കാലമാണ്. വിദ്യാതടസ്സവും കുടുംബത്തിൽ അസ്വാരസ്യങ്ങളും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിന്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും ജന്മത്തിലും ധനസ്ഥാനത്തുമായ ശുക്രനും സഹോദരസ്ഥാനത്ത് ബുധനും രവിയും സുഖസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗവും ധനനാശവും ഉണ്ടാകും. അശന ശയന സുഖാനുഭവങ്ങളും ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ മൂലം പ്രയാസങ്ങൾ നേരിടും. ശത്രുഭയം ഉണ്ടാകും. സന്താന ഗുണം കുറയും. ഭയം, ധനനഷ്ടം, ദുഃഖം, കാര്യവിജയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ഗ്രഹവാഹനാദി സൗഖ്യവും സ്ഥാനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക.